ഹലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആയിരുന്നു അല്ലെ. അതായത് വേരിയബിലിറ്റി, സ്കോഴ്സ് തമ്മിലുള്ള വേരിയബിലിറ്റി എന്താണ്, അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് പറഞ്ഞു വന്നിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതാ പറഞ്ഞത്? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും പറഞ്ഞു അല്ലെ. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഫോർമുല ഏകദേശം മീഡിയന്റെ ഫോർമുലയോടും സാദൃശ്യമുള്ളതാണ്. ഇത് ലെങ്തി ആണെങ്കിലും ഈസിയാണ് മനസ്സിലാക്കുക. അപ്പൊ ഇത് നമുക്ക് മൂന്നാമത്തെ ഏതാണ്? മീൻ ഡീവിയേഷൻ എന്താണെന്നോ? എന്താണ് മീൻ ഡീവിയേഷൻ? മീൻ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് മെയിൻ ഡീവിയേഷൻ കാണാമെന്നോ? നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷനിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മാത്രമേ പറഞ്ഞുള്ളൂ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഈസിയാണ്, ഫസ്റ്റ് ക്വാർട്ടൈൽ തേർഡ് ക്വാർട്ടൈൽ കാണുക, അത്രേ ഉള്ളൂ. ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയോട് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മൾ അരിത്മെറ്റിക് മീൻ കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോർമുലയാണ്. അപ്പൊ നോക്കാം. ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ mean deviation is equal to sigma modulus x minus x bar divided by n. എന്താണ് sigma modulus of x minus x bar divided by n? പേടിക്കണ്ട, സിമ്പിൾ ആണ്. ഓരോ നൊട്ടേഷൻ എന്താണെന്ന് ഞാൻ പറയാം. സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? സമ്മേഷൻ നൊട്ടേഷൻ. നമ്മൾ അരിത്മെറ്റിക് മീൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ. വെറുതെ ഓരോ ടേംസ് ഇങ്ങനെ പ്ലസ് 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 ആയിട്ട് എഴുതുന്നതിന് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ആണ് സിഗ്മ. അതവിടെ നിൽക്കട്ടെ. പിന്നെ എന്താണ് മോഡുലസ് വാല്യൂ? ഇതിന് ഈ വാല്യൂനെ പറയുന്നത്, ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് എന്ത്? മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ ഏത് നെഗറ്റീവ് ടേമും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡുലസ് ഓഫ് -5 ഈക്വൽസ് -5ന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ആണ്, +5 ആണ്. +5ന്റെ മോഡുലസ് എന്ന് പറയുന്നത് പ്ലസ് തന്നെ. അതായത് മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല, എപ്പോഴും പോസിറ്റീവ് വാല്യൂ വരും. അപ്പൊ നോക്കിയാലോ. ഇനി x മൈനസ് എക്സ് ബാർ എന്താണ്? മീൻ, അരിത്മെറ്റിക് മീൻ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നിട്ടുള്ള സ്കോഴ്സ്, ഓക്കെ, ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സ്കോഴ്സ്. അപ്പൊ നമ്മളിവിടെ ഈ ഫോർമുലയില് കാണേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മീൻ ഡീവിയേഷൻ കാണാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ മീൻ കാണണം. നമ്മളിവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫോർമുല സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്കൊരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ ഡീവിയേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മൾ എന്ത് കാണുക? ആ തന്നിട്ടുള്ള ഡാറ്റയുടെ എക്സ് ബാർ കാണുക, അരിത്മെറ്റിക് മീൻ കാണുക. അറിയാലോ എങ്ങനെയാണ്? സം ഓഫ് ദി സ്കോർസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി സ്കോർസ്. അത് കണ്ടതിന് ശേഷം എക്സ് മൈനസ് എക്സ് ബാർ, അതായത് തന്നിട്ടുള്ള സ്കോർസ് ഈ എക്സ് ബാറിൽ നിന്ന് കുറയ്ക്കുക. അത് കുറച്ചതിന് ശേഷം അതിലപ്പോ പ്ലസ് വാല്യൂ ഉണ്ടാവും, മൈനസ് വാല്യൂ ഉണ്ടാവും. ഈ മോഡുലസ് ഇടുമ്പോൾ എന്തുണ്ടാവും? പ്ലസുകളൊക്കെ ഓൾറെഡി പ്ലസ് ആയിട്ട് നിൽക്കും, മൈനസ് വാല്യൂസ് ഒക്കെ പ്ലസ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എണ്ണം കൊണ്ട് ഹരിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി നോക്കാം. 15, 10, 6, 8, 11 ഇങ്ങനെ കുറച്ച് സ്കോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡാറ്റ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അറിയാം അതെന്താണ്? അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് അല്ലെ. നമ്മുടെ ഫോർമുല എന്താണ്? ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എക്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ തന്നിട്ടുള്ള സ്കോഴ്സ് ആണ് എന്ത്? എക്സ് വാല്യൂസ് എന്ന് പറയുന്നത്. നമ്പർ നമുക്കറിയാം എത്രയാണ്? 1 2 3 4 5 അല്ലെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ബാർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് ദി സ്കോർസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി സ്കോർസ് അല്ലെ. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഫോർമുല എഴുതാം. സം ഓഫ് ദി സ്കോർസ് divided by number of the scores. നോക്കൂ, 15 plus 10 അല്ലെ, plus 6
പ്ലസ് 8 പ്ലസ് 11 ഡിവൈഡഡ് ബൈ എത്ര എണ്ണാണ് സ്കോർ 5 അല്ലേ 5 ഇത് ആഡ് ചെയ്യാം 25 31 39 40 50 50 divided by 5 which is equal to 10 അല്ലേ അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് മീൻ അതായത് x ബാർ എത്രയാണ് കിട്ടി 10 ആണെന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം x മൈനസ് x ബാർ കാണാം അതിന്റെ മോഡുലസ് വാല്യൂ കാണാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ സം കാണാം ഓക്കേ അപ്പോൾ ഇവിടെ x വാല്യൂസ് ഞാൻ എഴുതാണ് 15 10 6 8 11 ഓക്കേ ഇനി x minus x bar x minus x bar ഇവിടെ x bar എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള x bar എന്ന് പറയുന്നത് 10 ആണ് അതായത് x minus 10 എന്നർത്ഥം ഓക്കേ അപ്പോൾ ഇത് നമുക്ക് കുറയ്ക്കാം അതായത് 15 ന്ന് 10 കുറയ്ക്കണം 10 ന്ന് 10 കുറയ്ക്കണം 6 ന്ന് 10 കുറയ്ക്കണം 8 ന്ന് 10 കുറയ്ക്കണം 11 ന്ന് 10 കുറയ്ക്കണം അതാണ് x minus x bar എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഞാൻ ഇവിടെ എഴുതാം 15 minus 10 equals 5 അടുത്തതോ 10 minus 10 എത്രയാ 0 6 minus 10 6 ന്ന് 10 കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ എന്തായിരിക്കും 10 ന്ന് 6 കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കണ്ടോ അവിടെ നെഗറ്റീവ് വന്നു 8 minus 10 minus 2 11 minus 10 minus 1 ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോ x minus x bar എത്തി ഇനി അതിന്റെ മോഡുലസ് വാല്യൂ ഇടുക എന്നിട്ട് അതിന്റെ സം കാണുക അപ്പോൾ മോഡുലസ് വാല്യൂ കാണാം നമുക്ക് x minus x bar or 10 മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ മോഡുലസ് വാല്യൂ 5 പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ 5 തന്നെ എഴുതാം അല്ലേ 5 0 ഇവിടെ -4 ആണ് -4 ന് മോഡുലസ് വാല്യൂ വരുമ്പോൾ എന്താവും അത് പോസിറ്റീവ് ആവും 4 2 1 അതുപോലെ താഴെ വരുന്ന മൈനസ് വാല്യൂസ് ഒക്കെ പ്ലസ് ആയി കഴിഞ്ഞു ഇപ്പോൾ ദാ മുകളിലത്തെ കഴിഞ്ഞു മോഡുലസ് ഓഫ് x minus x bar കിട്ടി ഇനി എന്ത് ചെയ്യാം സം ആണ് ഇതൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്യാം നമുക്ക് അപ്പോൾ എത്ര കിട്ടും 12 അല്ലേ 12 കിട്ടി ഇനി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഇവിടെ കാണാം മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട് സിഗ്മ മോഡുലസ് ഓഫ് x minus x bar ഡിവൈഡഡ് ബൈ n അപ്പോൾ md ഈസ് ഈക്വൽ ടു നമുക്ക് ഇത്രയും ഈ ഫുൾ ന്യൂമറേറ്റർ കംപ്ലീറ്റ് നമുക്ക് കിട്ടി ദാ മോഡുലസ് ഓഫ് x minus x bar അതിന്റെ സിഗ്മ ആഡ് ചെയ്യാം അല്ലേ അപ്പോൾ എത്ര കിട്ടി 12 ഡിവൈഡഡ് ബൈ n എത്രയാണ് 5 അപ്പോൾ എത്രയാ 2.4 ഉണ്ടോ അപ്പോൾ ഈസി അല്ലേ ഇതാണ് ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ എന്ത് കാണുന്നത് മീൻ ഡീവിയേഷൻ കാണുന്ന രീതി ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഫോർമുല എന്താണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയാണെങ്കിൽ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് മീൻ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് x minus x bar ഡിവൈഡഡ് ബൈ n അല്ലേ ആയിരുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആയിരുന്നപ്പോ എന്നിട്ട് നമ്മൾ x bar കണ്ടു x minus x bar കണ്ടു അതിന്റെ മോഡുലസ് വാല്യൂ കണ്ടു ആഡ് ചെയ്തു എണ്ണം കൊണ്ട് ഹരിച്ചു ഇനി ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിലോ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആവുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് ഒരു ക്ലാസ് ഇന്റർവൽ വന്നു അപ്പം ആര് വന്നു ഫ്രീക്വൻസി വന്നു അപ്പൊ എന്ത് ചെയ്യണം ഒന്നുമില്ല ദാ ഇൻടു എഫ് ആ മോഡുലസിന്റെ ഉള്ളിൽ എഫ് അല്ലേ നമ്മൾ ആഡ് ചെയ്തത് ക്ലാസ് ഇന്റർവെല്ലിലൂടെ എഫ് എഴുതി ഈ സ്മോൾ എൻ എന്താവും ടോട്ടൽ ഫ്രീക്വൻസി ആവും അതായത് ക്യാപിറ്റൽ എൻ ഓക്കെ ഇതാ ഇത്രയുള്ള വ്യത്യാസം അപ്പൊ ഗ്രൂപ്പ് ഡാറ്റയുടെ ഫോർമുല എന്താണ് സിഗ്മ മോഡുലസ് ഓഫ് എഫ് ഇൻടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ അപ്പൊ ഇതിലും എന്താണ് എക്സ് ബാർ കാണണം എന്നിട്ട് എക്സ് മൈനസ് എക്സ് ബാർ കാണണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എഫ് കൊണ്ട് ഗുണിക്കണം എന്നിട്ട് മോഡുലസ് വാല്യൂ എടുക്കുക മോഡുലസ് വാല്യൂ എളുപ്പമാണല്ലോ
എടുക്കുക, ദെൻ അതിനെ എന്ത് ചെയ്യുക, ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഡാറ്റയുടെ ഒരു പ്രോബ്ലം ചെയ്തോ. നമ്മുടെ മെയിൻ മീഡിയൻ മോഡ് കണ്ട നമ്മുടെ സെയിം ഡാറ്റ തന്നെ നമുക്ക് എടുക്കാം. ക്ലാസ് ഇന്റർവെല് ഫ്രീക്വൻസി ക്ലാസ് ഇന്റർവെൽ 1 to 10, 11 to 20, 21 to 30, 31 to 40, 41 to 50 അല്ലേ. ഇനി ഫ്രീക്വൻസി 3, 4, 13, 7, 3. ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള ഡാറ്റ അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഇനി ഇതിന്റെ മീൻ ഡീവിയേഷൻ നമുക്ക് കാണണം. അപ്പൊ നമ്മൾ ഫോർമുല പറഞ്ഞു, മീൻ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ അല്ലെ. ഒരു എഫ് കൂടെ വന്നു, എക്സ് മൈനസ് എക്സ് ബാറിന്റെ കൂടെ ഒരു എഫ് വന്നു, പിന്നെയോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് അപ്പൊ ആദ്യം നമുക്ക് എന്താ ആവശ്യമുള്ളത്? അരിത്മെറ്റിക് മീൻ ആവശ്യമുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും ആദ്യം എന്താ ചെയ്തത്? അരിത്മെറ്റിക് മീൻ ആണ് കണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എക്സ് ബാർ കാണാം. എങ്ങനെ നമ്മൾ ഇതിന്റെ എക്സ് ബാർ കാണാം? എക്സ് ബാർ കാണാനായിട്ട് എന്തായിരുന്നു? നമ്മള് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടു, എന്നിട്ട് എക്സ് കണ്ടു, എക്സ് കണ്ടിട്ട് എക്സ് എഫ് കണ്ടു, പിന്നെ അതിന്റെ സമ്മ കണ്ട് ഡിവൈഡ് ബൈ n ചെയ്തു അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് എഴുതുക. എക്സ് എഴുതുന്നു ഇവിടെ, അതായത് ഇതിന്റെ മിഡ് പോയിന്റ് എഴുതുന്നു. ഇതിന്റെ മിഡ് പോയിന്റ് എത്രയാണ്? 5.5, 15.5. അങ്ങനെ എക്സ് എഴുതുന്നു. അതുപോലെ എക്സ് എഫും കൂടെ ഗുണിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? എക്സ് ബാർ കാണാം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പൊ നോക്കൂ, ദാ എക്സ് എഫ് എക്സ് കണ്ടു, 15 25.5 അങ്ങനെ കണ്ടു, മിഡ് പോയിന്റ് കണ്ടു. അത് കഴിഞ്ഞ് എക്സ് എഫും കൂടെ ഗുണിച്ചു, അതിന്റെ അതിന്റെ ടോട്ടൽ ഞാൻ കണ്ടു അല്ലെ, 795. ഇനി നമുക്ക് എക്സ് ബാർ കാണാം അല്ലെ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 795 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി അല്ലെ. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 30. അത് എത്രയാണ്? 26.5. ഇത് നമ്മള് അരിത്മെറ്റിക് മീൻ കണ്ടപ്പോ കണ്ടുവെച്ചതാണ് അല്ലെ. അപ്പൊ ഇതുവരെയ്ക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് കണ്ടുവെച്ചു. ഇനി നമ്മുടെ ഫോർമുലയിലേക്ക് വരിക. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? സിഗ്മ മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതിൽ നമ്മൾ എക്സ് ബാർ കണ്ടു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ എക്സുകൾ ഉണ്ട്. ഇനി നമുക്ക് എന്ത് കാണണം? എക്സ് മൈനസ് എക്സ് ബാർ കാണാം. എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ എക്സ് ബാർ എത്രയാണ്? 26.5. എക്സ് മൈനസ് എക്സ് ബാർ അല്ലെ. നമ്മുടെ എക്സ് വാല്യൂസ് ഇതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 26.5 കുറയ്ക്കണം. എളുപ്പമാണ് അല്ലെ. ഇവരും 0.5 ആണ്, അവരും 0.5 ആണ്. അപ്പൊ എളുപ്പമാണ് കുറയ്ക്കാൻ. അപ്പൊ 5.5 മൈനസ് 26.5 എത്രയാണ്? 21. പിന്നെ ഇവിടെയോ 15 × 25 16. പിന്നെ ഇവിടെയോ 1. ഇവിടെ 9. ഇവിടെ 36 46 19. ഇത് ഈസി ചെയ്ത് എന്താ? ഇവിടെ നമ്മുടെ അരിത്മെറ്റിക് മീനിലും 0.5 ഉണ്ട്, ഇതിലും 0.5 ഉണ്ട്. അപ്പൊ നമുക്ക് പ്രശ്നമില്ല അല്ലെ. 5.5 മൈനസ് 26.5 എന്ന് പറഞ്ഞാൽ 21, പിന്നെ 11 1 9 19. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞു, എക്സ് മൈനസ് എക്സ് ബാർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് അല്ലെ. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എഫ് ദാ ഇവിടെയാണ്, എക്സ് മൈനസ് എക്സ് ബാർ ഇവിടെയാണ്. ഇവനും ഇവരും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 21 എത്രയാണ്? 63. 4 × 11 44. 13 × 1 13. 7 × 9 63. 19 × 3 57. ഓക്കെ. അപ്പൊ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇനി നോക്കൂ, നമുക്ക് ഇതില് മൈനസ് വാല്യൂ ഉണ്ടായിരുന്നോ? മൈനസ് വാല്യൂസ് ഇവിടെയൊക്കെ മൈനസ് വാല്യൂ ഉണ്ടായിരുന്നു അല്ലെ. അയ്യോ നമ്മൾ പറഞ്ഞില്ല.
ഇതെന്താ ഇവിടെ മൈനസ് ആണ്, ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ് അല്ലെ? ഞാൻ വിട്ടുപോയി കേട്ടാ. ഇതൊക്കെ മൈനസ് വാല്യൂസ് ആണ്, ഇതൊക്കെയാണ് പ്ലസ് വാല്യൂസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. മൈനസ് മൈനസ് അല്ലെ? ഇനി ഇതിനെ മോഡുലസ് ഇട്ട് കൊടുത്താൽ എന്തുണ്ടാവുക? ഈ മൈനസുകളൊക്കെ പ്ലസ് ആവും. മോഡുലസ് ഇട്ട് കൊടുക്കാം. മോഡുലസ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പൊ 63, 44, 13, 63, 57. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം എക്സ് ബാർ കണ്ടു. എക്സ് ബാർ കാണാനായിട്ട് നമ്മൾ മിഡ് പോയിന്റ്സ് എഴുതി, അതിങ്ങനെ എക്സും എഫും കൂടെ ഗുണിച്ചു, അത് ടോട്ടൽ ചെയ്തു, എന്നിട്ട് എക്സ് ബാർ കണ്ടു 26.5. അത് നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലെ? ഇനി പുതിയതായിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ കാണാണ്. എക്സിന്ന്, അതായത് നമ്മുടെ മിഡ് പോയിന്റ്സിന്ന് എക്സ് ബാർ കുറച്ചു. അപ്പൊ ഇവിടെ -21 ആണ് കേട്ടോ. -11, പിന്നെ -1, പിന്നെ ഇത് 35 മൈനസ് 26.5 അല്ലേ? അപ്പൊ 9, 90. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പൊ എഫ് കൊണ്ട് ഗുണിക്കണം. ഇതാ. അപ്പൊ 3 into 21, 4 into 11, 13 into 1, 7 into 9, 3 into 9. ഗുണിച്ചു. ഇനി മോഡുലസ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ എന്താവും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതാ എല്ലാം പോസിറ്റീവ് ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒന്നുമില്ല, നമ്മുടെ ഫോർമുലയായി സിഗ്മ മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഇനി നമുക്ക് സിഗ്മ അതിന്റെ സമ്മേഷൻ കാണേ വേണ്ടുള്ളൂ. ഇതിന്റെ സമ്മ് കാണാൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അത് നമുക്ക് കണ്ടാലോ? MD is equal to mean deviation is equal to, ഫോർമുല എഴുതാൻ മറക്കരുത്. ഫോർമുല എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടും. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N അല്ലെ? അപ്പൊ നമുക്കിവിടെ മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ കിട്ടിയിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 240 അല്ലെ? അപ്പൊ ഇതെന്ത് കിട്ടി? 240 ഡിവൈഡഡ് ബൈ n is equal to എത്രയായിരുന്നു? n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി എത്രയായിരുന്നു? 30. അപ്പൊ 30. എത്രയാണ് മീൻ ഡീവിയേഷൻ കിട്ടിയത്? 8. കണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആവുമ്പോൾ എഫ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ എഫിന്റെ ടേം ഒഴിവാക്കി എക്സ് ബാർ കണ്ട്, എക്സ് മൈനസ് എക്സ് ബാർ കണ്ടു, മോഡുലസ് വാല്യൂ കണ്ടു, ഡിവൈഡഡ് ബൈ n. ഇതാവുമ്പോഴോ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് എക്സ് ബാർ കാണുന്നു, എക്സ് മൈനസ് എക്സ് ബാർ കാണുന്നു, പിന്നെ എഫ് കൊണ്ട് ഗുണിക്കുന്നു, അതിനുശേഷം മോഡുലസ് വാല്യൂ എടുത്ത് സമ്മ് കണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ഇതാണ് മീൻ ഡീവിയേഷൻ. അപ്പൊ നമ്മുടെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ മൂന്നാമത്തെ ഡിസ്പെർഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ